നമസ്കാരം. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമില്ല എന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂർ പറയുന്നു. രാജീവ് ചന്ദ്രശേഖരിൽ നിന്നാണ് വെല്ലുവിളി താൻ നേരിടുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പന്ന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് പോലും തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് തരൂർ പ്രതികരിച്ചിരിക്കുന്നത്. പ്രചരണം തുടങ്ങിയ സമയത്ത് ത്രികോണ മത്സരമെന്ന ഒരു പ്രതീതി തോന്നിയിരുന്നു. പക്ഷേ 2-3 ആഴ്ച കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇവിടെ LDF വലിയ മത്സരമൊന്നും കാഴ്ചവെക്കുന്നില്ല. പന്ന്യൻ്റെ വലിയ സുഹൃത്ത് തന്നെയാണ്, പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചരണം വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നില്ല എന്നാണ് തരൂർ പറയുന്നത്. എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. NDAയിൽ നിന്ന് തന്നെയാണ് നേരിട്ടുള്ള ഒരു വെല്ലുവിളി ഉണ്ടാകുന്നത്. എനർജറ്റിക്കും പ്രൊഫഷണൽ പരവുമായിട്ടുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെ വലുതാണ്. എന്നാൽ അവർ പറയുന്ന പല കാര്യങ്ങളും സത്യമല്ല എന്നുള്ള രീതിയിലാണ് ശശി തരൂർ പറയുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണം ശക്തമാക്കി മുന്നണി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ ദിവസം നേമമണ്ഡലത്തിലായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ്റെ പ്രചരണം. ആ നിയമമണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുള്ള മണ്ഡലത്തിലെത്തിയ പന്ന്യനെ വിഷുക്കാലമായതിനാൽ തന്നെ കണിക്കൊന്ന പൂക്കളൊക്കെ നൽകിയാണ് സ്ത്രീകളടക്കമുള്ളവർ സ്വീകരിച്ചത് എന്ന് LDF പറയുന്നു. പുഷ്പവൃഷ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ മന്ത്രിയോടൊപ്പമുള്ള പര്യടനമായിരുന്നു പന്ന്യൻ നടത്തിയിരുന്നത്. ഒപ്പം മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. 50 കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് പഴയ കാരക്കാ മണ്ഡപത്തിൽ പര്യടനം സമാപിക്കുകയും ചെയ്തത്. അതേസമയം ശശി തരൂരിൻ്റെ പര്യടനം ആരംഭിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം പാറശാല നിയോജകമണ്ഡലത്തിലെ വെള്ളറട ബ്ലോക്കിലെ കുടപ്പനമൂട് നിന്ന് ആരംഭിച്ചു. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ആരംഭിച്ചിട്ടുള്ള വലിയ ജനാവലിയോടൊപ്പം തന്നെയൊക്കെയാണ് ശശി തരൂരിനെയും ജനം വരവേറ്റിരുന്നത്. പക്ഷേ ഇതുപോലെ കണിക്കൊന്നയും പച്ചക്കറിമാലയും ഒക്കെ അണിയിച്ച് തരൂരിനെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുടപ്പനമൂട്, മായം, പന്ത, അമ്പൂരി, വാഴ്ചൽ, പേരക്കോണം, ചോമ്പോട്, പൂഴനാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേർന്നപ്പോഴൊക്കെ കർഷകർ കാത്തു നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. തുടർന്നാണ് പൂഴനാട് ജുമാ മസ്ജിദ് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലൊക്കെ ശശി തരൂർ പങ്കെടുക്കുകയും അവിടെ നിന്ന് ഉച്ചയോടുകൂടി മണ്ഡപത്തിന് കടവിലേക്ക് എത്തപ്പെടുകയും അരുവിപ്പുറത്ത് പര്യടനം സമാപിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇന്നലെ പക്ഷേ പഴവങ്ങാടി ക്ഷേത്ര ദർശനത്തിനൊക്കെ ശേഷമാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പര്യടനം തുടങ്ങിയത്. മുതിർന്ന BJPയുടെ നേതാവായിട്ടുള്ള കുമ്മനം രാജശേഖരനാണ് ഉദ്ഘാടനം ചെയ്തത്. ഓട്ടോ ബൈക്ക് റാലികളുടെ അകമ്പടിയോടുകൂടി തുറന്ന ജീപ്പിലായിരുന്നു ഒരു പര്യടനം. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്, ഭാവിയുടെ വാഗ്ദാനമാണ് എന്നുള്ള ടീം സോങ്, അതിനും യുവതി യുവാക്കൾ അടക്കമുള്ള വളരെ വലിയ പിന്തുണയുണ്ടായിരുന്നു. ഒപ്പം ചെണ്ടമേളം, ഇനി കാര്യം നടക്കുമെന്ന ടാഗ് ലൈനോട് കൂടിയിട്ടുള്ള ടീഷർട്ടുകൾ ധരിച്ച് 100 കണക്കിനുള്ള യുവതി യുവാക്കൾ പര്യടനത്തിനെത്തുകയും ചെയ്തു. തുടർന്ന് വെള്ളയാണി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സ്ഥാനാർത്ഥി അശ്വതി പൊങ്കാല മഹോത്സവത്തിലുമൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് ശ്രീവരാഹം മുക്കുവരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലുമെത്തി അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇന്നലത്തെ പര്യടനം അവസാനിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ പര്യടന പരിപാടികൾ 3 സ്ഥാനാർത്ഥികളും വളരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് അത്തരത്തിൽ ത്രികോണ മത്സരമില്ല എന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ശശി തരൂരിൻ്റെ നേരിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അതായത് UDFൻ്റെ വിജയമണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ശശി തരൂർ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വരെയുള്ള എല്ലാവരുടെയും തീരുമാനം. ജനങ്ങളും അത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് കോൺഗ്രസ്സുകാരടക്കം പ്രതീക്ഷിച്ചിരുന്നത്. പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോഴും അതൊരു വെല്ലുവിളിയായി ഒരിക്കലും കോൺഗ്രസിന് തോന്നിയിരുന്നുമില്ല. പകരം അവിടെ രാജീവ് ചന്ദ്രശേഖരനെ മോദി ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യുകയും സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുകയും അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയും തിരുവനന്തപുരത്തെ മനസ്സറിയുന്ന സ്ഥാനാർത്ഥിയായി മാറുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ, അണികളുടെ പ്രവർത്തനങ്ങൾ, BJPയുടെ പ്രവർത്തനങ്ങൾ, RSSൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് ഈ കോൺഗ്രസിനെ അടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തുള്ള മത്സരം താനും ഈ രാജീവ് ചന്ദ്രശേഖറും നേരിട്ടാണ് എന്ന് ശശി തരൂരിന് പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പരാജയം മണത്തിരിക്കുന്നു ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് കഴിഞ്ഞ ദിവസത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നടന്ന പര്യടനങ്ങളിൽ പലയിടങ്ങളിലും മണ്ണന്തല അടക്കമുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പര്യടന സമയത്ത് അദ്ദേഹത്തിനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ജനങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ തമ്മിൽ തന്നെ തല്ലുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്വീകരണത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ, എതിരായിട്ട് അഭിപ്രായം പറയുന്നവരുടെ, അദ്ദേഹത്തെ മുഖത്ത് നോക്കി തെറിവിളിക്കുന്നവരുടെ ഒരു സാന്നിധ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പരാജയ ഭീതിയിലേക്ക് ശശി തരൂരിനെ കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരത്തിന് പകരം ശശി തരൂർ പറയുന്നത് ഇവിടെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള മത്സരം മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ
BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് തന്നെ പരാജയം മണത്തിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 2019 ഉണ്ടായിരുന്ന കുമ്മനം രാജശേഖരൻ നേടിയ വോട്ടിലധികം നേടുമെന്നുള്ള ഒരു പ്രതീതി തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ തീരദേശ മേഖലകളിലും നഗര ഗ്രാമപ്രദേശങ്ങളിലും അടക്കമുള്ള ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിക്കുമ്പോൾ നേട്ടം കൊയ്യുമെന്നുള്ള കാര്യം ഉറപ്പാക്കിയിരിക്കുന്നു. മാത്രമല്ല ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിരിക്കുന്നു. അപരിചിതനായ സ്ഥാനാർത്ഥിയെയാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. അത് വായടപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ഇപ്പോൾ അതും മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് വിഴിഞ്ഞം തീരദേശ മേഖലകൾ മാത്രമല്ല ഈ നാട് നഗരവും ഒന്നിച്ചു ചേരുന്ന പ്രദേശങ്ങളിൽ, നാട്ടുപ്രദേശങ്ങളിൽ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ വലുതാകുന്നു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു. ജനങ്ങൾക്ക് പ്രാപ്യനായിട്ടുള്ള നേതാവാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു ജനകീയ മുഖം അപരിചിതനിൽ നിന്ന് പരിചിതനിലേക്ക് എത്തുന്ന ദൂരം വളരെ കുറവാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഒരു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂർ പരാജിതനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പായിരിക്കുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെ മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് BJPയും RSSും തിരുവനന്തപുരത്ത് കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയം അനായാസമാകും എന്നുള്ളതാണ് പ്രവചനം.